തിരുവാർപ്പ് കൃഷ്ണൻ ക്ഷേത്രം. കോട്ടയം പട്ടണത്തിൽ നിന്ന് 6 മുതൽ 8 വരെ കിലോമീറ്റർ അകലെ മീനച്ചിൽ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവാർപ്പ് ഗ്രാമത്തിന് ആ പേര് വരാൻ തന്നെ കാരണമായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതാണ്. മുൻപ് കുന്നംപള്ളിക്കര എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തോടെയാണ് തിരുവാർപ്പ് ആയി മാറിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ്. എന്നാൽ കംസവധം കഴിഞ്ഞ് കോപവും വിശപ്പും കൊണ്ട് അവശനായ ശ്രീകൃഷ്ണനായാണ് സങ്കല്പം. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ദുർഗ ഭഗവതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ തുടങ്ങിയവരും കുടികൊള്ളുന്നുണ്ട്. മേടമാസത്തിലെ വിഷുനാളിൽ കൊടികയറി 10-ാമുദയത്തിന് ആറാട്ട് വരതക്ക വിധത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. ഇതിനിടയിൽ വരുന്ന 5-ാം നാളിലെ പുറപ്പാടും അതിനോടനുബന്ധിച്ചുള്ള ആനയോട്ടവും അതിഗംഭീരമാണ്. ഇതാണ് ക്ഷേത്രത്തിൽ പ്രധാനം. ഗുരുവായൂർ കൂടാതെ ആനയോട്ടം നടക്കുന്ന ഏക ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതാണ്. കൂടാതെ അഷ്ടമിരോഹിണിയും അതിവിശേഷമാണ്. ദീപാവലി, സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണ് മറ്റു വിശേഷ ദിവസങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. 1500 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് മഹാഭാരതവുമായി ബന്ധമുണ്ട്. പാണ്ഡവർ കാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അവർക്ക് 4 കൈകളുള്ള തന്റെ പ്രതിമ നൽകി, അവർക്ക് ദിവസവും അതിനെ ആരാധിക്കാൻ വേണ്ടി. പാണ്ഡവർ കാട്ടിലെ താമസം അവസാനിപ്പിച്ച് തിരികെ പോകാൻ ആഗ്രഹിച്ചപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ ആ വിഗ്രഹം ആവശ്യപ്പെട്ടു. ചേർത്തലയിലെ ജനങ്ങൾ ഇത് ആരാധിച്ചിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിനുശേഷം അവരുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാൽ അവർക്ക് ആരാധന തുടരാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ ആ വിഗ്രഹം കടലിൽ ഉപേക്ഷിച്ചു. വളരെക്കാലത്തിനുശേഷം ഒരു മഹാനായ സന്യാസി, ചിലർ അത് വിൽവമംഗലം സ്വാമിയാറാണെന്നും മറ്റു ചിലർ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദാചാര്യ ആണെന്നും പറയുന്നു, ഈ ഭാഗങ്ങളിൽ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വള്ളം നിശ്ചലമായി. കാരണം കണ്ടെത്താൻ ഒരാൾ കടലിലിറങ്ങിയപ്പോൾ ആ സ്ഥലത്ത് കടൽ വറ്റിപ്പോയി. അവർക്ക് ഈ വിഗ്രഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. പടിഞ്ഞാറോട്ട് പോകാൻ ആഗ്രഹിച്ചെങ്കിലും വള്ളം കുന്നം പള്ളിക്കര വഴി കിഴക്കോട്ട് സഞ്ചരിച്ച് ഇന്നത്തെ ക്ഷേത്രസ്ഥാനത്തെത്തി. ആ ദിവ്യപുരുഷൻ വിഗ്രഹവുമായി അവിടെ ഇറങ്ങി. ധർമ്മശാസ്താവിന്റെ ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹമില്ലെന്ന് കണ്ടെത്തി. അതിനാൽ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മറ്റൊരു പതിപ്പ് മുകളിൽ പറഞ്ഞ ദിവ്യവ്യക്തി വിഗ്രഹത്തോടൊപ്പം വള്ളത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം വിഗ്രഹം ഒരു ഉരുളിയിൽ സൂക്ഷിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ വിഗ്രഹം ഉരുളിയിൽ ഉറപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ആ ഉരുളി കുന്നൻ കരിമേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടയുടനെ അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുക്കുകയും മടപ്പുറത്ത് ശാമിയാർ എന്ന സന്യാസിയുടെ സഹായത്തോടെ ക്ഷേത്രം പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്നും ഈ ക്ഷേത്രത്തിൽ മടപ്പുറത്ത് ശാമിയാർ ആശ്രമത്തിന്റെ പേരിൽ പ്രത്യേക പുഷ്പാഞ്ജലി, പുഷ്പസമർപ്പണം നടത്തുന്നു. മറ്റൊന്ന്, പാണ്ഡവർ അജ്ഞാതവാസത്തിനു പോകുന്നതിനു മുമ്പ് അവർ ആരാധിച്ചിരുന്ന വിഗ്രഹവും അക്ഷയപാത്രവും കടലിൽ നിക്ഷേപിച്ചു എന്നതാണ്. വേമ്പനാട് കായലിൽ വെച്ചൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് മീൻ പിടിക്കുകയായിരുന്ന ചില മത്സ്യത്തൊഴിലാളികൾ വിഗ്രഹം മാത്രമേ കണ്ടെടുത്തുള്ളൂ, പാത്രം കണ്ടെടുത്തില്ല. അവർ ചരമംഗലം എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിത് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. താമസിയാതെ അവരുടെ ഗ്രാമത്തിൽ വിവിധ ദുരന്തങ്ങളുണ്ടായതിനാൽ അവർ വിഗ്രഹം കായലിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത്തവണ വിഗ്രഹം നേരിട്ട് യഥാർത്ഥ പാത്രത്തിൽ തന്നെ വീണു. അപ്പോഴാണ് മുമ്പ് പരാമർശിച്ച ദിവ്യൻ വിഗ്രഹവും പാത്രവും കണ്ടെടുത്തത്. കുന്നം പാലിക്കര വഴി അദ്ദേഹത്തിന്റെ വള്ളം സഞ്ചരിച്ചു. ഇടതൂർന്ന ജലസസ്യങ്ങൾ കാരണം കൂടുതൽ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. പ്രദേശത്തെ ആളുകൾ വെള്ളത്തിൽ നീന്തി ബോട്ട് കരയിലെത്താൻ വഴിയൊരുക്കി. പാത്രത്തിലെ വിഗ്രഹം വലിയ മഠം എന്ന ഘടനയിൽ താൽക്കാലികമായി കരയിൽ സൂക്ഷിച്ചു. അന്ന് അവർക്ക് ഇളം മാങ്ങ അച്ചാറും ഇളം തേങ്ങ വെള്ളവും മാത്രമേ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് വിഗ്രഹം ഇപ്പോഴത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി. ആറാട്ട് സമയത്ത് വിഗ്രഹം വലിയ മഠത്തിലേക്ക് കൊണ്ടുപോകുകയും ഇന്നും അതിന് ഇളം മാങ്ങയും ഇളം തേങ്ങാവെള്ളവും നിവേദിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ തന്റെ 4 കൈകളുമായി പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു. പുലർച്ചെ 2 മണിയോടെ ക്ഷേത്രം തുറക്കുന്നു. പുലർച്ചെ 3 മണിയോടെ ഉഷപായസം എന്ന പ്രത്യേക നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നു. അരി, ശർക്കര, നെയ്യ്, കദളി, വാഴപ്പഴം, ഉണക്ക തേങ്ങ എന്നിവ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അരി നന്നായി വേവിക്കുമ്പോൾ ഉരുക്കിയ ശർക്കര അതിലേക്ക് ഒഴിച്ച് സ്വയം നിലയ്ക്കും. ഈ രീതി ഈ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിരാവിലെ വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലും പുരോഹിതന് ഒരു കോടാലിയും നൽകുന്നു എന്നതാണ്. ഈ ദൈവത്തിന് വിശപ്പ് സഹിക്കാൻ കഴിയില്ലെന്നും അതിനാൽ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ വൈകിയാൽ പുരോഹിതന് കോടാലി ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ അനുവാദമുണ്ടെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ കൃഷ്ണന്റെ വിഗ്രഹം കംസനെ വധിച്ച ശേഷം വളരെ ക്ഷീണിതനായ കൃഷ്ണന്റേതാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ അഭിഷേകം കഴിഞ്ഞാൽ ഭഗവാന്റെ തല ആദ്യം ഉണക്കി നൈവേദ്യം അർപ്പിച്ച ശേഷം ശരീരം മാത്രം ഉണക്കുന്നു. ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല. ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിനുശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു. ഈ സമയം അതുവഴി വന്ന വിൽവമംഗലം സ്വാമി പറഞ്ഞു കൃഷ്ണന് അതിയായി വിശന്നിരിക്കുകയാണെന്ന്. ഇതിന്റെ പിന്നിലെ ഐതിഹ്യം കംസവധത്തിനുശേഷം അതിയായ വിശപ്പും
ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉഷപായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത്. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും. ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും. ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണമെന്നാണ് പറയപ്പെടുന്നത്. 5 തവണത്തെ പൂജയുള്ള മഹാക്ഷേത്രമാണ്. എന്നാൽ അത്താഴപൂജ ദീപാരാധനയ്ക്ക് മുമ്പാണ്. ഇവിടുത്തെ വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴപൂജ സമയത്ത് ചേർത്തലയിൽ നിന്നെത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചേർത്തലയിൽ നിന്നെത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടിയുമുണ്ട്. ഇത് കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ടകൊട്ടി അറിയിച്ചതിന്റെ അടയാളമായാണ്. ഒരു ക്രിസ്ത്യൻ ഭക്തൻ സമ്മാനമായി നൽകിയ 12 നിലകളുള്ള ഒരു പിച്ചള വിളക്ക് ഈ ക്ഷേത്രത്തിലുണ്ട്. ഭൂതനാഥന് ഒരു ഉപക്ഷേത്രവും ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രധാന ദേവതയ്ക്കുള്ള എല്ലാ വഴിപാടുകളും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് സുബ്രഹ്മണ്യൻ, ഗണപതി, യക്ഷി, ശിവൻ, ഭഗവതി എന്നിവരുടെ ക്ഷേത്രങ്ങളുണ്ട്. മേടമാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം. ഏപ്രിൽ മെയ് 10 ദിവസം ഗുരുവായൂരിലേതുപോലുള്ള ആനകളുടെ ഒരു ഓട്ടമത്സരം നടക്കും. ഉത്സവകാലത്ത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ രാവിലെയും വൈകുന്നേരവും ശ്രീകൃഷ്ണന്റെ വേഷം ധരിച്ച് ഭഗവാന് വിളക്കുകൾ അർപ്പിക്കുന്നു. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഈ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടതും ധാരാളം ഭക്തരെ ആകർഷിക്കുന്നതുമാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേക ആഘോഷമാണ് പുല്ലാട്ടുപൂജ. പുല്ലാട്ടു വീട്ടിൽ കുട്ടികളില്ലാത്ത ഒരു ധനികനായ നായർ മാന്യനുണ്ടായിരുന്നു എന്നതാണ് കഥ. അദ്ദേഹം തന്റെ മുഴുവൻ സ്വത്തും ക്ഷേത്രത്തിന് ദാനം ചെയ്യാൻ ആഗ്രഹിച്ചു. തന്റെ ചരമവാർഷികം ആഘോഷിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചു. ജ്യോതിഷികൾ ദൈവത്തോട് കൂടിയാലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതം ലഭിച്ചു. തായപൂജ ദിവസം പുല്ലാട്ട് നായർ ക്ഷേത്രത്തിനുള്ളിൽ വന്നു. നിധികളുടെ താക്കോലുകളും തന്റെ എല്ലാ സ്വത്തുക്കളുടെയും രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ സമ്പത്തും ഭഗവാന്റെ മുമ്പാകെ സൂക്ഷിച്ചു. തുടർന്ന് അദ്ദേഹം ഭഗവാന്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം അന്നുതന്നെ അവിടെ മരിച്ചുവെന്ന് പറയപ്പെടുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു ദിവസം മുമ്പ് 3 പ്രത്യേക പൂജകളും മരണദിവസം 15 പ്രത്യേക പൂജകളും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തപ്പെടുന്നു. അവയെ പ്ലാട്ടുപൂജ എന്ന് വിളിക്കുന്നു. പാല് പായസം, നെയ്യ് പായസം, അപ്പം തുടങ്ങിയവ ഭഗവാന് ഉസ്സുലിയായി നിവേദിക്കുന്നു. ചതുർച്ചിതാദം എന്ന പ്രത്യേക വഴിപാടുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നടതുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. വെളുപ്പിന് 2 മണിക്കോ അതിനോടടുത്ത സമയത്തോ ആണ് ക്ഷേത്രനട തുറക്കുക. ഉദയാൽപരം എന്ന കണക്കടിസ്ഥാനത്തിലാണ് നട തുറക്കുന്നത്. ഇവിടുത്തെ ഉഷപായസം വളരെ പ്രധാനമാണ്. ധാരാളം ശർക്കരയിട്ടുണ്ടാക്കുന്ന ഒരുതരം നെയ്പായസമാണ് ഉഷപായസം. ഇത് പേര് സൂചിപ്പിക്കും പോലെ ഉഷപൂജക്കാണ് നേദിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണിത്. 5 നാഴി അരി, 50 ഉപലം ശർക്കര, 7 തുടം നെയ്യ്, 5 കദളിപ്പഴം, 5 കൊട്ടത്തേങ് എന്നിവയാണ് ഉഷപായസത്തിലെ ചേരുവകൾ. മറ്റുള്ള ദേവീദേവന്മാർക്കും മുമ്പ് ഉഷപായസം കഴിക്കുന്ന തിരുവാർപ്പിലപ്പൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രസിദ്ധമായ പാൽപ്പായസം കഴിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേപോലെ രാത്രി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉപ്പുമാൻ കഴിക്കുമെന്നും പറയാറുണ്ട്. തന്മൂലം ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയുമെല്ലാം നേരത്തെയാണ്. അത്താഴപൂജ കഴിഞ്ഞാണ് ഇവിടെ ദീപാരാധന നടത്തുക. ഇത് ഇവിടെയും അടുത്തുള്ള കോട്ടയം കുമാരനെല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും മാത്രമുള്ള പ്രത്യേകതയാണ്. ഗ്രഹണസമയത്ത് ക്ഷേത്രങ്ങളിലെല്ലാം നട അടച്ചിടും. എന്നാൽ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ഗ്രഹണം തടസ്സമാകില്ല. ഗ്രഹണസമയത്ത് ഇവിടെ വിശേഷാൽ പൂജകളുണ്ടാകാറുണ്ട്. അതേസമയം പുറത്തെ ഗോപുരവാതിലുകൾ ഗ്രഹണസമയത്ത് തുറക്കില്ല. കോട്ടയംകാർക്കും ആലപ്പുഴക്കാർക്കുമിടയിൽ ഏറെ പ്രസിദ്ധമായ ഉത്സവമാണ് തിരുവാർപ്പ് ക്ഷേത്രം ഉത്സവം. മേടമാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവം 5-ാം പുറപ്പാട്, മാതൃക്കയിൽ ദർശനം, പള്ളിവേട്ട, ആനയോട്ടം, പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയതാണ്. ഉത്സവത്തിന്റെ 10 ദിവസവും നീണ്ടുനിൽക്കുന്ന വിളപ്പെടുപ്പാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 5-ാം പുറപ്പാടാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയോട്ടം അതിഗംഭീരമാണ്. അതിരാവിലെ രാത്രി 2 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞ് 1 മണിവരെ ക്ഷേത്രം തുറന്നിരിക്കും. വൈകുന്നേരം വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:45 വരെ. രാത്രി 8 മണിക്ക് നട അടയ്ക്കുന്നു. എത്തിച്ചേരാനുള്ള വഴി: റോഡ് മാർഗം കോട്ടയം പട്ടണത്തിൽ നിന്ന് തിരുവാർപ്പിലേക്ക് എപ്പോഴും ബസ്സും ടാക്സിയും ലഭിക്കും. കോട്ടയം ടൗണിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ അകലെ കുമരകം റൂട്ടിൽ തിരുവാർപ്പ് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നാഗമ്പടത്തു നിന്നും തിരുനക്കരയിൽ നിന്നും ഇവിടേക്ക് ബസ്സുകൾ ലഭിക്കും. കുമരകം റൂട്ടിൽ വരുന്നവർക്ക് ഇല്ലിക്കൽ വഴി തിരുവാർപ്പിലെത്താം. ബോട്ടിൽ വരുന്നവർക്ക് കുമരകത്തിറങ്ങി അവിടുന്ന് ബസ്സിൽ വരാം. റെയിൽ മാർഗം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ 8 കിലോമീറ്റർ അകലെയാണ്. ജലമാർഗം ആലപ്പുഴയിലെ മുഹമ്മയിൽ നിന്നും കുമരകം ജട്ടിയിലേക്ക് യാത്രാ ബോട്ട് ലഭിക്കും. വേമ്പനാട്ട് കായലിലൂടെയുള്ള ഈ യാത്ര മനോഹരമാണ്. കുമരകത്ത് നിന്നും ഇല്ലിക്കൽ ബസ് വന്നിറങ്ങുക. അവിടുന്ന് തിരുവാർപ്പിലേക്ക് എപ്പോഴും ബസ് ഉണ്ടാവും. വിമാനമാർഗം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം. ആമ്പൽ വസന്തത്തിന് പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മലരിക്കൽ വളരെ അടുത്താണ്.